ഇത് അങ്ങനെ വലിയ ഒരു ആക്രമണം ഞങ്ങൾ നടത്തും. എല്ലാ രീതിയിലുള്ള സന്നാഹങ്ങളും ഞങ്ങൾക്ക് ഒപ്പമുണ്ട്. ഞങ്ങൾ ഏത് നിമിഷവും ഇറാനെ തകർക്കും എന്നുള്ള തുടരെയുള്ള വെല്ലുവിളികൾ അവസാനിച്ചു കഴിഞ്ഞു. ആരുടെ ആയിരിക്കും എന്ന് മനസ്സിലാക്കണം, അമേരിക്കയുടെ തന്നെ. കാരണം ഇറാന് അത്രമേൽ പ്രഹരം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഒരു ഗുരുതര ആരോപണമായിട്ട് യു എസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് വരികയാണ്. അതായത് ഇറാൻ ഒരു ആണവ ബോംബ് നിർമ്മാണത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു വാർത്ത, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഇത് പശ്ചിമേഷ്യയും മറ്റു രാജ്യങ്ങളെയും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഇസ്രായേലിനെ കൂടിയാണ്. കാരണം ഇസ്രായേലും അമേരിക്കയും തുടരെ കടന്നാക്രമിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ. അപ്പം ഇത്തരം ഒരു ആരോപണം അല്ലെങ്കിൽ ഉന്നയിച്ചപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭീതി പടരുകയും ചെയ്തു. സത്യത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടോ? അതായത് ആണവ ബോംബ് നിർമ്മാണം ഇറാൻ തുടങ്ങിയോ? അല്ലെങ്കിൽ ഇറാന്റെ പക്കൽ ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങളുണ്ട്? ഇത് പേടിച്ചുകൊണ്ടാണോ അമേരിക്ക ഇത്തരം വാർത്തകൾ ഇങ്ങനെ തുടരെ പറയുന്നത്? നേരത്തെ ഭീഷണിയായിരുന്നു, വെല്ലുവിളികളായിരുന്നു. ഇപ്പം നേരെ തിരിച്ച് ഇറാന്റെ പക്കൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണങ്ങളൊക്കെയാണ് ഉയർത്തുന്നത്. അപ്പം എത്രത്തോളം ഇതിലൊരു സത്യാവസ്ഥ ഉണ്ട്? ഇറാൻ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നുണ്ട്. ഇതിൽ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക പല ഘട്ടങ്ങളിലായി നടത്തുന്ന പ്രതികരണങ്ങൾ പല രൂപത്തിലുള്ളതാണ്. ആദ്യഘട്ടങ്ങളിൽ ഇറാനെ വെല്ലുവിളിക്കുക, ഇറാനെ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കുക, യുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കുക, യുദ്ധഭീതി നിലനിർത്തുക, അതുവഴി ഇറാനെ സമ്മർദ്ദത്തിൽപ്പെടുത്തി ഈ പറയുന്ന തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ആണവ കരാറിലേക്ക് എത്തിക്കുക. ഇതായിരുന്നു അമേരിക്കയുടെ ആദ്യത്തെ ലക്ഷ്യമെങ്കിൽ മുന്നോട്ട് പോകും തോറും ഇറാന് വഴിപ്പെട്ടു വരുന്ന അമേരിക്കയാണ് കാണുന്നത്. ആദ്യഘട്ട ചർച്ചയിൽ തന്നെ ഇറാൻ ഒപ്പിട്ടില്ലെങ്കിൽ യുദ്ധം തുടങ്ങുമെന്ന ട്രംപിൻ്റെ വാക്കുകൾ അത് പാഴ്വാക്കായിപ്പോയി. അത് വെറും തള്ളു മാത്രമായി. കാരണം ഒന്നാം ഘട്ടം കഴിഞ്ഞു, രണ്ടാം ഘട്ടം കഴിഞ്ഞു, മൂന്നാം ഘട്ടം കഴിഞ്ഞു. ഈ 3 ഘട്ടങ്ങളിലും ഇറാൻ ലീഡ് ചെയ്യുകയാണ്. ഇറാൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി ഇനി 4ാമത് വിയന്നയിൽ ഒരു യോഗം കൂടി വിളിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം പ്രാഥമികമായി തന്നെ അമേരിക്ക തൊപ്പിയിട്ടിരിക്കുന്നു, തുന്നം പാടിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അതിൽ കവിഞ്ഞ് മറ്റൊരർത്ഥവും അതിനില്ല. പക്ഷേ അമേരിക്ക കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് അമേരിക്ക ഭയക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇറാൻ ഇപ്പോൾ തന്നെ ഒരു ആണവ രാജ്യമായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ആണവ ശക്തിയായി മാറിയിരിക്കുന്നു എന്ന വിവരം അമേരിക്കയ്ക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളത്. അതായത് എന്തുകൊണ്ട് അമേരിക്ക ആക്രമണത്തിന് മുതിരുന്നില്ല, എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് ഇപ്പോൾ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായ ജെഡി വാൻസ് തന്നെ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇറാൻ്റെ പക്കൽ ആണവായുധങ്ങളുണ്ട്. ഇറാൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ഇറാൻ അത് സമ്മതിച്ചില്ലെങ്കിലും ഞങ്ങളുടെ പക്കൽ ആണവായുധമില്ല എന്നൊക്കെ ഇറാൻ പറയുന്നുണ്ടെങ്കിലും അത് പച്ചക്കള്ളമാണ്. ഇറാൻ ആണവായുധങ്ങൾ കയ്യിൽ വെച്ചിട്ടാണ് ഇമാതിരി വെല്ലുവിളികൾ അമേരിക്കയ്ക്ക് നേരെ നടത്തുന്നത് എന്നാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇറാനെ പോലൊരു രാജ്യം, ആഭ്യന്തര കലാപം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യം അമേരിക്കയുടെ ഓഫറുകൾ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് അമേരിക്കയുമായി ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ആ യുദ്ധം അമേരിക്കയുമായി ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയത് ഇറാനാണ്. ആ യുദ്ധപ്രഖ്യാപനം നടത്തുന്ന സമയത്ത് പൊതുവിലുള്ള ചിത്രം എന്താണ്? അറബ് രാജ്യങ്ങൾ, അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ, 8-9 രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലൂടെ അമേരിക്ക ആക്രമിക്കും, ബ്രിട്ടൻ ആക്രമിക്കും, ഇസ്രായേൽ ആക്രമിക്കും, അമേരിക്കയുടെ 2 പടക്കപ്പലുകൾ വന്ന് ആക്രമിക്കും. അങ്ങനെ ചുറ്റി വളഞ്ഞ് സകലരും നിന്നുകൊണ്ട് ഇറാനെ തീർക്കുമെന്നുള്ളതായിരുന്നു ഈ യുദ്ധം തുടങ്ങുന്ന സമയത്തുള്ള ഒരു ചിത്രം. എന്നാൽ ആ ചിത്രം നിലനിൽക്കെ തന്നെ, അല്ലെങ്കിൽ സകലരും ഇറാനെ വളഞ്ഞിട്ട് ആക്രമിക്കും എന്ന ഒരു നിലയുണ്ടായ അതേ സമയത്ത് തന്നെയാണ് ഇറാൻ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിലകൊണ്ടത്. നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതൊരു ചെറിയ അവസ്ഥയല്ല. അതായത് ഇറാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു, 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു, ഖാംനെയിയെ വധിക്കും, ഖാംനെയിയെ വലിച്ചു താഴെയിടും, അവിടെ ഭരണമാറ്റം ഉണ്ടാകും, അമേരിക്കൻ സൈന്യം ഇറങ്ങുമെന്നൊക്കെ അമേരിക്ക വെല്ലുവിളിക്കുന്നു. പാശ്ചാത്യ മാധ്യമങ്ങൾ നിരന്തരമായി വാർത്തകൾ കൊടുക്കുന്നു. ഇറാനെ കടുത്ത സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്ന പല നീക്കങ്ങളും ഉണ്ടാകുന്നു. പക്ഷേ അതേസമയം ഇറാൻ ഇവരെ ഒക്കെ വെല്ലുവിളിക്കുകയാണ്. അതായത് അമേരിക്കയെ ഒറ്റയടിക്ക് വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ അതിന് പിന്നിലുള്ള കാരണം എന്താണ്? അത് ഇറാൻ തദ്ദേശീയമായി ഉണ്ടാക്കിയിട്ടുള്ള ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈലുകളോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കപ്പലുകളുടെ കടലിൽ ഉണ്ടാക്കിയിട്ടുള്ള സന്നാഹങ്ങളോ, അല്ലെങ്കിൽ ഡ്രോണുകളുടെ ശേഖരമോ ഒന്നുമല്ല, മറിച്ച് അതോടൊപ്പം ആണവായുധങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ട് എന്ന കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഇറാൻ ഒരാക്രമണ ഭീഷണി നിരന്തരമായി അമേരിക്കയ്ക്ക് നേരെ മുഴക്കുന്നത് എന്നാണ്
ഇപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞതിൻ്റെ അർത്ഥമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒന്നുകിൽ അമേരിക്ക തിരിച്ചറിയുന്നു ഇറാൻ്റെ കയ്യിൽ ആണവായുധങ്ങളുണ്ട്, അങ്ങോട്ടേക്ക് പോയാൽ വിനാശകരമായ അപകടങ്ങൾ പിന്നാലെ കൂടുമെന്ന്, അല്ലെങ്കിൽ ഇറാനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി, ഇറാനെ മറ്റുള്ളവർ ഭയക്കാൻ അല്ലെങ്കിൽ വെറുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇറാനോട് സറണ്ടർ ആവാൻ ലോകം ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് അമേരിക്ക നടത്തുന്ന ഒരു നുണപ്രചാരണം, ഒരു സമ്മർദ്ദ തന്ത്രം അതായിരിക്കാം. അല്ലെങ്കിൽ ഈ JD വാൻസ് പറയുന്നത് പോലെ തന്നെ ഇറാന്റെ കയ്യിൽ ഇങ്ങനെ ആണവ ബോംബ് ഉണ്ട് അല്ലെങ്കിൽ ആ നിർമ്മാണ നീക്കങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യവും കൂടി, ഇറാന്റെ പക്കൽ എത്രത്തോളം ആണവായുധങ്ങൾ അല്ലെങ്കിൽ ആണവ ശേഖരങ്ങൾ ഉണ്ട്? അല്ല, ഇപ്പോൾ ഇറാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് 3 ആണവ റിയാക്ടറുകളിൽ നിരന്തരമായി ആണവ പരീക്ഷണം നടക്കുകയാണ്. യുറേനിയം സമ്പുഷ്ടീകരണം കൃത്യമായി നടക്കുന്നുണ്ട്. ആ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ 60% ഞങ്ങൾ ഉപയോഗിക്കും, ഞങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമെന്നാണ് ജനീവയിൽ നടന്നിട്ടുള്ള കോൺഫറൻസിൽ ഇറാൻ പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇറാൻ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ഞങ്ങളുടെ ആണവ പരീക്ഷണം നിർത്താൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല, ഞങ്ങൾ തുടർന്നും ആ പരീക്ഷണങ്ങൾ തുടരും എന്ന് പറയുമ്പോൾ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി ആണവായുധം ഉണ്ടാക്കില്ല എന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിലും അത് അമേരിക്കയൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇറാൻ രഹസ്യമായി ആണവായുധങ്ങൾ ഉണ്ടാക്കാനാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ അമേരിക്കയേക്കാൾ വലിയ ആണവശക്തിയായി ഇസ്രായേലിനെ തകർക്കാൻ കഴിയുന്ന, ഒരു ഞൊടിയിട കൊണ്ട് ഇസ്രായേലിനെ തകർത്ത് മുഴുവനായി വെണ്ണീറാക്കാൻ കഴിയുന്ന ഒരു ആണവായുധ ശേഖരം ഇറാൻ ഉണ്ടാക്കാൻ കഴിയും. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു തടസ്സവുമില്ലാതെ കാലാകാലങ്ങളായി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു, ആണവ ഊർജം വികസിപ്പിക്കുന്നു, റഷ്യയുടെ വലിയ പിന്തുണയുണ്ട്. ഇപ്പോൾ ചൈനയിൽ നിന്ന് കപ്പൽ വേധ മിസൈലുകൾ വാങ്ങാൻ പോവുകയാണ് ഇറാൻ. അതുപോലെ റഷ്യയുമായി അടുത്ത് തന്നെ മറ്റൊരു കരാറിൽ ഒപ്പിടുന്നുണ്ട്. അതായത് റോക്കറ്റ് ലോഞ്ചറുകൾ അടക്കമുള്ള അത്യാധുനിക ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആ കരാറ്. അതുപോലെ തന്നെ ഇറാൻ അതുപോലെ അമേരിക്കയോട് ജനീവയിലെ യോഗത്തിൽ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് പുതിയ ഫൈറ്റർ ജെറ്റുകൾ നിങ്ങൾ തരണമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങളുടെ പ്രതിരോധ നിര അതിശക്തമാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സകല സൂചനകളും ഒരേ സമയത്താണ് പുറത്തു വരുന്നത്. അതാണ് നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം, അധികം ആരും ചിന്തിക്കാത്തൊരു കാര്യം. അതായത് ഇസ്രായേൽ അമേരിക്കയോട് പറയുകയാണ് സുപ്രഭാതത്തിൽ, ഇറാൻ പ്രതിരോധ നിര ശക്തമാക്കുന്നു, അവർക്ക് ആയിരക്കണക്കിന് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ഹൈപ്പർസോണിക്, സൂപ്പർസോണിക് സ്വഭാവത്തിലുള്ള മിസൈലുകളൊക്കെ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയുമില്ലാത്ത വിധത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ആണവശക്തിയായി മാറുകയാണ്. ഇങ്ങനെ പോയാൽ അത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാണ്. ട്രംപ് അളിയൻ ഇടപെടണമെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കാലിൽ വീണത് നെതന്യാഹുവാണ്. ആ നെതന്യാഹു അങ്ങനെ കാലിൽ വീഴാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഇറാൻ അതിശക്തമായി വളർന്നു കഴിഞ്ഞു എന്നുള്ള ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതൊരു തെറ്റായ രേഖയല്ല, ഏതെങ്കിലും ഒരു ഊഹാപോഹമല്ല, കൃത്യമായ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ആ നിലയ്ക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നോക്കുക, ചൈനയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു, അതും കപ്പൽ പ്രതിരോധ മിസൈലുകളുടെ പുതിയ ശ്രേണി വാങ്ങുന്നു, റഷ്യയിൽ നിന്ന് പുതിയ റോക്കറ്റ് ലോഞ്ചറുകൾ, അത് ആകാശത്ത് കൂടി പോകുന്ന ഫൈറ്റർ ജെറ്റുകളെ വെടിവെച്ച് താഴെയിടാൻ കഴിയുന്ന, മിസൈൽ അയച്ച് താഴെയിടാൻ കഴിയുന്ന റോക്കറ്റ് ലോഞ്ചറുകൾ വാങ്ങുന്നു. അതുപോലെ തന്നെ അമേരിക്കയോട് ഈ പറയുന്ന ഫൈറ്റർ ജെറ്റുകൾ ആവശ്യപ്പെടുന്നു. അതേപോലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കുന്നു. ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും പുതുതായി ഉണ്ടാക്കുന്നു. വലിയ കപ്പൽപ്പടയല്ല, കപ്പലുകളെ ആക്രമിക്കാൻ കഴിയുന്ന ആളില്ലാ ബോട്ടുകൾ, ഈ പറയുന്ന പ്രേത ബോട്ടുകൾ എന്നൊക്കെ വിളിക്കുന്ന ചാവേർ ബോട്ടുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ പ്രതിരോധ നിര വലിയ രീതിയിൽ ഇറാൻ വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാൻ കാര്യമായി എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നുണ്ട് എന്ന് തന്നെയാണ്. ഒരു പക്ഷേ ഇസ്രായേലുമായി നേർക്കുള്ള ഒരു യുദ്ധമായിരിക്കാം, ഇസ്രായേലിനെ തകർക്കുന്ന എന്തെങ്കിലും നീക്കങ്ങളായിരിക്കാം, എന്തുമായിരിക്കാം. പക്ഷേ അതേ സമയം തന്നെയാണ് അമേരിക്ക കണ്ടെത്തുന്നത് ഇറാൻ്റെ പക്കൽ ആണവായുധങ്ങളുണ്ട്, ആണവ ബോംബുകളുണ്ട് എന്ന്. അപ്പോൾ അതൊരിക്കലും വെറുതെയുള്ളൊരു പറച്ചിലാകാൻ സാധ്യതയില്ല. കൃത്യമായി അമേരിക്ക മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുന്നതായിരിക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഇസ്രായേലിനെ ചുട്ടു ചാമ്പലാക്കാൻ കഴിയുന്ന സകല സംവിധാനങ്ങളും, ഏറ്റവും വലിയ ആയുധങ്ങൾ വരെ ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനോടകം എന്ന് കരുതേണ്ടി വരും. ഇസ്രായേൽ പറയുന്ന ഭീഷണി, ഇസ്രായേലിൻ്റെ പേടി അത് വെറുതെയല്ല എന്ന് കണക്കാക്കേണ്ടിയും വരും. ഇനി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇറാനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ലോകത്തിന് മുന്നിൽ ഇവർ ആണവശക്തിയാണ്, പേടിക്കണമെന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവർ ഒറ്റപ്പെടുത്തണമെന്ന് പറയാൻ വേണ്ടി അമേരിക്ക പറയുന്ന ഒരു കള്ളമായിരിക്കും. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്. അമേരിക്ക ആണവശക്തിയാണ്, അമേരിക്കയ്ക്ക് ആണവായുധങ്ങളുണ്ട്. ആ അമേരിക്കയ്ക്ക് എങ്ങനെയാണ് ധാർമ്മികമായി ഇറാനെ കുറ്റം പറയാൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും ഇറാൻ വലിയ ശക്തിയായി മാറിയിരിക്കുകയാണ്. വലിയ പ്രഹരശേഷി
ശേഷിയുള്ള ശക്തിയായി മാറിയിരിക്കുകയാണെന്ന് അമേരിക്ക തിരിച്ചറിയുന്നു. ഇസ്രായേലിനെ തകർക്കാൻ കഴിയുന്ന വിധത്തിൽ, വെണ്ണീറാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ആയുധങ്ങൾ ഇറാൻ്റെ പക്കൽ ഉണ്ട്. അതിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നു എന്ന് അമേരിക്ക സമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാനെ അങ്ങനെ വെറുതെ കയറി ചൊറിയാനോ വെറുതെ കയറി ആക്രമിക്കാനോ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് ലോകമെത്തുകയാണ്, അമേരിക്ക എത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇറാനോട് ആക്രമണം നടത്താൻ മടിക്കുന്നത്, യുദ്ധം ചെയ്യാൻ മടിക്കുന്നത്. കാരണം എന്താണ്? അമേരിക്കയ്ക്ക് നേരെ ഇറാൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആണവ പ്രയോഗങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയവും അമേരിക്കയെ ചുറ്റി നിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഇതിലൂടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്തിന് ബോധ്യപ്പെടുകയാണ്.